ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നയനയും അതുപോലെ അർജുൻ്റെ അമ്മയും കൂടി ചേർന്ന് പുതിയ പ്ലാനൊക്കെ ഒരുക്കി ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതത്തിനോട് നയന ചതിച്ചതിനെ പറ്റി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എന്താ നീ പറഞ്ഞേ? നയന നിന്നെ ചതിച്ചെന്നോ? എന്താ നന്ദ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഇപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പോൾ അവൾ പറയുന്നത് അർജുനെ അവൾക്ക് ഇഷ്ടമാണെന്നാണ്, എല്ലാ അർത്ഥത്തിലും ഇഷ്ടമാണെന്നാണെന്ന് പറയുമ്പോൾ എന്തെല്ലാ അർത്ഥം? അർജുൻ്റെ ഭാര്യയാണ് പിങ്കി. അവർക്കിടയിലുള്ള പ്രധാന പ്രശ്നം നയനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അർജുൻ അവൾക്ക് സപ്പോർട്ടായി നിൽക്കുന്ന വേറൊന്നും കൊണ്ടല്ല, അവൻ്റെ അപ്പച്ചിയുടെ മോളാണെന്നുള്ള പരിഗണന കൊണ്ട് മാത്രമാണെന്ന് പറയുമ്പോൾ അർജുൻ്റെ മനസ്സ് ശുദ്ധമാണ്. അത് എനിക്കും അറിയാം. തെറ്റിപ്പോയത് നയനയെ വിലയിരുത്തിയതിലാണെന്ന് നന്ദ ഗൗതത്തിനോട് പറയാം. അവൾക്കെന്താ തീരെ ബോധമില്ല എന്ന നേരം ഗൗതം നന്ദയോട് ചോദിക്കുന്നു. അർജുൻ പോലും പിന്തുണയ്ക്കില്ല എന്ന് ഉറപ്പുള്ളടുത്ത് എന്തിനാ അവൾ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ പോയതെന്നും എല്ലാ അർത്ഥത്തിലും ഇഷ്ടമാണ് പോലും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് പറയുകയും പ്രഭുരാമൻ അങ്കിളിൻ്റെയും പിങ്കിയുടെയും മുന്നിൽ വെച്ച് അവളത് പറഞ്ഞതിൻ്റെ ആ ഉദ്ദേശം അത് എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തമല്ലേ സാറെന്ന് നന്ദ ചോദിച്ചു. അവർ രണ്ടുപേരും ഒഴിഞ്ഞു പോകണം, എങ്കിൽ ഇവൾക്ക് കയറി ഇരിക്കാമല്ലോ അർജുൻ്റെ ഭാര്യ സിംഹാസനത്തിൽ. അപ്പോൾ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? നിയമപ്രകാരം ഭാര്യ ഭർത്താക്കന്മാരായ രണ്ടുപേരെ അത്ര എളുപ്പമൊന്ന് പിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഗൗതം. ആരെങ്കിലും ഒരാൾ ഡിവോഴ്സിന് പോകുമ്പോൾ എതിർവാദം ഉന്നയിച്ചാൽ പോലും വർഷങ്ങളോളം നീണ്ടു പോകും കോടതിയിലെ ഓരോ കാര്യങ്ങൾ, അതേപ്പറ്റിയെങ്കിലും ഒരു ധാരണ വേണ്ടേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അപ്പച്ചി നയനയുടെ പക്ഷമാ, അവൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ഒരു വക്കീൽ, വീതിക്കുന്ന ജഡ്ജിയും സംരക്ഷിക്കുന്ന പോലീസുകാരനും എല്ലാം അപ്പച്ചി തന്നെയാണ്. ആ ധൈര്യത്തിലാണ് അവളിപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന് നന്ദ ഗൗതത്തിനോട് പറയുമ്പോൾ അപ്പച്ചി മാത്രമല്ലല്ലോ കുറ്റക്കാരിയെന്ന് ഗൗതം നന്ദയോട്. നീയും തുല്യ പങ്കാളിത്തമുള്ള ഒരു പ്രതി തന്നെയല്ലേ നന്ദ എന്ന് ചോദിച്ചു. നീയല്ലേ നയനയ്ക്ക് വേണ്ടിയുള്ള ഒത്താശയൊക്കെ ചെയ്തു കൊടുത്തതെന്നിങ്ങനെ ചോദിച്ചപ്പം ഗൗതം സാർ, അത് എൻ്റെ ഉദ്ദേശം അറിയാത്തതൊന്നും അല്ലല്ലോ സാറിന്. അപ്പോൾ ഗൗതത്തിൻ്റെ ദേഷ്യം വന്നു. പിങ്കിയെയും അർജുനെയും ഒന്നിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും എൻ്റെ മനസ്സിൻ്റെ കോണിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. പക്ഷെ അതിനുവേണ്ടി നീ എന്തൊക്കെയാണ് ചെയ്തത്? നയനയെ പിടിച്ച് അവർക്കിടയിൽ ഇട്ടുകൊടുത്തു, അർജുനുമായി അടുപ്പം കാണിക്കാൻ പ്രോത്സാഹിപ്പിച്ചു, വെടിമരുന്നും തീപ്പെട്ടി അടുത്തടുത്ത് വെച്ചതുപോലെ ആയില്ലേ അത്? ഒരിക്കൽ അർജുനെ സ്നേഹിച്ചവളല്ലേ നയന? അവസരം കിട്ടിയപ്പോൾ അവൾ ആ സ്നേഹം പൊളിത്തട്ടി എടുത്തത് കണ്ടോ? എല്ലാം നിന്റെ മാത്രം തെറ്റാ നന്ദ എന്ന് പറഞ്ഞ് ഗൗതം നന്ദയെ കുറ്റപ്പെടുത്തുമ്പോൾ ഗൗതം സാറും എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് ചോദിച്ചു നന്ദയെ. അപ്പോൾ അതെ എന്ന് ഗൗതം നന്ദയോട് തറപ്പിച്ച് പറഞ്ഞു. കുറ്റപ്പെടുത്തൽ തന്നെയാ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ നിനക്ക് തന്നെ ഇത് പാരയായിട്ട് വരുമെന്ന്? അന്ന് നീ ഇതൊന്നും കേട്ടില്ലല്ലോ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് നന്ദ ഗൗതത്തിനോട് പറഞ്ഞപ്പോൾ വിചാരിക്കണമായിരുന്നു, വരും വരാഴികകൾ മുൻകൂട്ടി കാണണമായിരുന്നു, അതിനല്ലേ മനുഷ്യന് ചിന്ത തന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ അബദ്ധം പറ്റിപ്പോയി സാർ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു നന്ദ. പറയൂ സാർ, എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരാനിങ്ങനെ നന്ദ ചോദിക്കുമ്പോൾ എൻ്റെ പക്കൽ ഒരു വഴിയില്ല. അവനവൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസിന് സ്വന്തമായിട്ട് പരിഹാരം കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ആവശ്യത്തിലേറെ തലവേദനകളായി എനിക്ക് പ്രൊഫഷണലിൽ. പിന്നെ അതിനൊപ്പം ഈ ഒരു പേഴ്സണൽ ലൈഫിൽ കൂടി ഇങ്ങനത്തെ പരിപാടികളായിട്ട് തലയിൽ വെക്കാൻ എനിക്ക് വയ്യ നന്ദ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ നോക്ക്, എങ്കിലേ നിനക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് പോയി. നന്ദ ആകെ ധർമ്മസങ്കടത്തിലുമായി. പിന്നെ നയനെ അവിടെ ഇരിക്കുമ്പോൾ നന്ദ നേരെ നയനയെ കാണാൻ ചെല്ലുക. ചെന്നിട്ട് നീ ആരാണെന്ന് ചോദിച്ചു. എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയോട് ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുക നമ്മുടെ നന്ദ. കള്ളം പറയാനാണ് ഭാവമെങ്കിൽ അതൊരിക്കലും ചെയ്യണ്ട, വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ നയനയോട് പറയുന്നു. ഇനി നീ പറയുന്ന ഓരോ വാക്കുകളുടെയും നേരും നുണയും തിരിച്ചറിയാൻ എനിക്ക് പറ്റുമെന്ന് നമ്മുടെ നന്ദ പറഞ്ഞപ്പം എനിക്കിപ്പോൾ കള്ളമൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അർജുനോടുള്ള എൻ്റെ ഇഷ്ടം തിരിച്ചറിവായ കാലം മുതലുള്ളതാണെന്ന് നയന നന്ദയോട് തുറന്നു പറഞ്ഞു. അച്ഛൻ്റെ ബിസിനസ് പൊളിയുകയും സാമ്പത്തികമായി പുറകോട്ട് പോവുകയും ചെയ്ത സമയത്ത് കുടുംബങ്ങൾ തമ്മിൽ അകന്നു പോയത്. അപ്പം നയന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാട്ടോ. അർജുൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ചിന്തകളും ഇല്ലാതിരുന്നത് കൊണ്ട് പിന്നെ ഒരിക്കലും എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചിട്ടില്ല എന്ന് നയന പറഞ്ഞു. പിന്നെ എപ്പോഴാണ് നീ ചിറക് മുളപ്പിച്ചെടുത്തതെന്ന് ചോദിച്ചു. കുടുംബക്ഷേത്രത്തിൽ ഭജന ചെയ്യാൻ ചെന്നപ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സുമംഗൽ ആൻറ്റിയെ കാണുന്നത്. പിങ്കി അർജുനും തമ്മിലുള്ള എല്ലാ പ്രശ്നവും ആൻറ്റി എന്നോട് പറഞ്ഞു. അർജുനെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു പെണ്ണിനെ അർജുൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതെന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന സത്യം നന്ദയോട് പറയുന്നു നയന. പിന്നെ നീ പറഞ്ഞ ഉടനെ അഭിനയിക്കാനും വേഷം കെട്ടി നിൽക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരു പെണ്ണൊന്നും അല്ല ഞാനെന്ന് നയന പറഞ്ഞപ്പം മനസ്സിലായി. നിന്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിരിപ്പ് തുറന്നു പറഞ്ഞു. ഇതാണ് അത്ര വലിയ കുറ്റം എന്ന് നയന ചോദിച്ചപ്പം അല്ല, ഒരിക്കലും അല്ല. പക്ഷെ നീ പറഞ്ഞ ടൈമിങ്ങിന് ചെറിയൊരു കുഴപ്പമുണ്ട് നയനെന്ന് നന്ദ. ഞാൻ ആദ്യം
ഒരു കുസൃതി പോലെ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അന്നേ നീ ഇത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ പോയിന്റ് വാല്യൂഡ് ആയേനെ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നയനയോട് പറയുവാണ്. ഇതിപ്പോൾ നിന്റെ ഉദ്ദേശം അത് വേറെയാ, അതെനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ വേറെ എന്തുദ്ദേശമാണാവോ? എനിക്ക് അർജുനെ വിവാഹം കഴിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നീ ആദ്യം അർജുനോട് സ്വന്തം ഇഷ്ടം തുറന്നു പറഞ്ഞേനെ. നിനക്കറിയാം അർജുന് നിന്നെ ഇഷ്ടമല്ല എന്നുള്ളത്. പക്ഷേ പിങ്കി അർജുനും പരസ്പരം സ്നേഹിക്കുന്ന കാര്യവും നിനക്കറിയാം. അതുകൊണ്ടല്ലേ അർജുൻ ഉണ്ടായിരുന്ന സഭയിൽ വെച്ച് മിണ്ടാതിരുന്നത് എന്നും നന്ദ നയനിയോട് പറയുന്നു. അർജുന്റെ ആബ്സെൻസിൽ അത് പിങ്കിയോടും പപ്പയോടും തുറന്നു പറയുകയും ചെയ്തു നിനക്ക് അവനെ ഇഷ്ടമാണ് എന്നുള്ളത്. ശരിയല്ലേ? അതൊരു വളഞ്ഞ വഴി തന്നെയാ. നിനക്ക് ചീത്തപ്പേരൊന്നും അർജുന്റെ മുന്നിൽ ഉണ്ടാകാൻ പാടില്ല, എന്നാൽ പിങ്കി ഒഴിവായി പോവുകയും വേണം, അല്ലേ? അതല്ലേ നീ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിച്ച് നന്ദ എടുത്തിട്ട് കൊടയുവാ നയനിയെ. ഒരു കാര്യം എനിക്ക് പൂർണ്ണമായും മനസ്സിലായി. ഇത്രയും നാളും ചിരിച്ചു കളിച്ച് നടന്നൊരു സാധാരണ പെണ്ണല്ല നീ. നിന്റെ മനസ്സിൽ എന്തോ ഒരു വലിയ വിഷം കിടപ്പുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്ന് നന്ദ നയനിയെ വെല്ലുവിളിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. അർജുൻ എൻ്റെ അനിയൻ്റെ സ്ഥാനത്തും പിങ്കി എൻ്റെ അനിയത്തിയുടെ സ്ഥാനത്തും അവരുടെ ജീവിതം കൂട്ടിച്ചേർക്കാൻ എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യും. പക്ഷെ അത് തകർക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല, നിന്നെയും എന്ന് പറഞ്ഞ് നന്ദ വെല്ലുവിളിക്കുമ്പം ഓഹോ വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചു നയന. അതേന്ന് പറഞ്ഞു. എങ്കിൽ കാണാമെന്ന് നയന, കാണാമെന്ന് നന്ദയും പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചിട്ട് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് പോയി. നന്ദ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഈ നയനെ അവിടെ പലതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്ത് വന്നാലും താൻ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കുമെന്ന് ആ ഒരു ഭാഷയിൽ തന്നെയാണ് നയനയും നിൽക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയാണെങ്കിൽ തൊട്ട് മുമ്പ് നയന സംസാരിച്ച കാര്യങ്ങളെല്ലാം റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നന്ദ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് വന്നു. പിങ്കി വന്നിട്ട് നമ്മുടെ നന്ദയെ കുറ്റപ്പെടുത്താനായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയ നിമിഷം മുതൽ മനസ്സിൽ ഒളിപ്പിച്ച പക നീ ഒടുവിൽ എന്നോട് വീട്ടിയിരിക്കുന്നു, അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞു. അപ്പം നിന്നോട് എനിക്ക് പകയോ? അത് ഞാൻ വീട്ടിയെന്നോ? നീ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല പിങ്കി എന്ന് പറയുമ്പം അയ്യോ പാവം, എന്തിനാടി നീ ഇനിയും എൻ്റെ മുന്നിൽ കിടന്നിങ്ങനെ അഭിനയിക്കുന്നത്? എന്നെ തോൽപ്പിക്കാൻ നീ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കാര്യമല്ലേ നയന എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ പിങ്കി എന്ന് പറഞ്ഞ് നന്ദ വിളിച്ചു. എന്നെ അപമാനിക്കാൻ, എന്നെ തറ പറ്റിക്കാൻ ഒടുവിൽ നിന്റെ നീക്കം ബുദ്ധിപരമായി നീ ലക്ഷ്യത്തിലെത്തിച്ചു. മിടുക്കി എന്ന് പറഞ്ഞു പിങ്കി പറയുമ്പോൾ പിങ്കി നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാ. നയന ഇവിടേക്ക് വന്നതും ചീപ്പായിട്ട് ബിഹേവ് ചെയ്തതും ഒന്നും എൻ്റെ അറിവോടെ അല്ല എന്ന് നന്ദ പറഞ്ഞു പിങ്കിയോട്. നീ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞു. ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണോ? അർജുനോട് അമധ്യ സ്വാതന്ത്ര്യം കാണിക്കാൻ നയനയ്ക്ക് പച്ചക്കൊടി വീശി കാട്ടിയത് നീ അല്ലേ എന്ന് ചോദിച്ചപ്പം നന്ദ ഞെട്ടി. നീ നിഷ്കളങ്കയാണെങ്കിലേ നെഞ്ചത്ത് കൈവച്ചു പറ അല്ല എന്ന്. അപ്പോൾ നന്ദ ഈ പിങ്കി പറയുന്നത് കേട്ട് ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുമ്പോൾ കഴിയില്ലല്ലേ? നിന്റെ പ്രേരണയാണ് നയനയ്ക്ക് കരുത്തായതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ നന്ദ. എന്നിട്ടും പിന്നെയും എൻ്റെ മുന്നിൽ വന്ന് നിന്നിങ്ങനെ പുണ്യാളത്തിയാവാൻ ലജ്ജയില്ലേ നന്ദ നിനക്കെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് സംഭവിച്ചു പോയി പിങ്കി, അത് സത്യം തന്നെയാ. അത് പക്ഷെ നിന്നെ അർജുനെയും തമ്മിൽ അകറ്റാൻ വേണ്ടി ആയിരുന്നില്ല, കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് നന്ദ പറഞ്ഞപ്പം മറ്റൊരു പെൺകുട്ടിയെ അർജുൻ്റെ മനസ്സിലേക്ക് കയറ്റി വിട്ടിട്ട് ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുക. കൊള്ളാം, നിന്റെ വിചിത്രമായ ഉദ്ദേശങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് എന്നൊക്കെ പിങ്കി ഇങ്ങനെ കളിയാക്കി പറഞ്ഞപ്പോൾ അതെ പിങ്കി, നിന്നെ കാണുകെ നയന അർജുനോട് അടുത്തിടപഴകുമ്പോൾ നിന്റെ പൊസസീവ്നെസ് അത് ഉയരുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. അങ്ങനെ നീ അർജുനെ സ്നേഹിച്ച് തുടങ്ങുമെന്ന് ഞാൻ സ്വപ്നം കണ്ടു പിങ്കി. സത്യമായിട്ടും അത് അങ്ങനെയാണ് സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ പറയുക. പിങ്കി ദേ, എന്നെ പറ്റിയുള്ള നിന്റെ ധാരണ അതാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നീ എന്നെ നിന്റെ ശത്രുപക്ഷത്തെ തന്നെ നിർത്തിക്കോ. പക്ഷേ നീ നയനി എന്ന നീരാളിയിൽ നിന്നും അർജുനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു പിങ്കി. അത് നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നന്ദ പിങ്കിയോട് പറഞ്ഞു കൊടുക്കുക. നിന്റെ പപ്പയുടെയും നിന്റെയും മുന്നിൽ വെച്ചുള്ള നയനയുടെ ആ വെല്ലുവിളി നീ അർജുനെ അറിയിക്കണമെന്നുള്ള കാര്യങ്ങൾ നന്ദ പറയുകയാണ്. അവളൊരു മാടപ്രാവല്ല, ശവന്തേനി പക്ഷിയാണെന്ന് നീ അർജുനെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദ പറയുമ്പോൾ പിങ്കി ഇങ്ങനെ പുച്ഛത്തോടെ നിൽക്കുക. പിങ്കി പ്ലീസ്, അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്നിത് കേട്ടപാടെ പിങ്കി പറയുക. അപ്പോൾ പിങ്കി പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം പിങ്കി, നീ ഇപ്പം തന്നെ അർജുനെ കണ്ട് എല്ലാം ക്ലിയർ ചെയ്യണം പ്ലീസ് പിങ്കി പ്ലീസ് എന്ന് പറഞ്ഞപ്പം എനിക്ക് മനസ്സിലെന്ന് ഞാൻ പറഞ്ഞില്ലേ നന്ദ, അർജുൻ്റെ ഭാര്യ പദവിക്ക് വേണ്ടി ഭിക്ഷ യാചിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന്
പിങ്കി നന്ദയോട് വീണ്ടും തറപ്പിച്ചു പറയുന്നു. നീ എൻ്റെ എത്ര കാല് പിടിച്ചാലും ഇതിൻ്റെ പേരിൽ അർജുൻ്റെ കാല് പിടിക്കാൻ ഈ പിങ്കിയെ കിട്ടില്ല എന്ന് പിങ്കി പറയുകയും ചെയ്തു. പിങ്കി, എങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ തന്നെ അർജുനോടെല്ലാം പറയാം. എനിക്ക് വേണ്ടി അർജുനോട് കാല് പിടിക്കാൻ നീ ആരാണെന്ന് പിങ്കി ചോദിക്കുന്നു. ഇതിപ്പോൾ പശു പുല്ല് തിന്നത്തുമില്ല, പട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനെ തീറ്റിക്കത്തില്ലെന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ നന്ദ നിൽക്കുന്നതും പിങ്കി സംസാരിക്കുന്നതും. ഇതിനൊക്കെ നിന്നെ ആരാ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുക ഈ പിങ്കി. നന്ദ, ഞാനും അർജുനും ഒന്നിക്കുകയോ പിരിയുകയോ ചെയ്യും. അതിൻ്റെ ഇടനിലക്കാരിയാകാൻ നിന്റെ ഔദാര്യം അതെനിക്ക് വേണ്ട എന്ന് പിങ്കി നന്ദയോട് തറപ്പിച്ച് പറയുന്നു. നന്ദ ആകെ കുരുക്കിൽപ്പെട്ട് നിൽക്കുക. നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതം നേരെയാകുന്നതിലും ഭേദം ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണെന്നും പറഞ്ഞ് പിങ്കി ഇങ്ങനെ നമ്മുടെ നന്ദയെ അവിടെ പറയുന്നു. ദേ, നിനക്ക് ഞാൻ വാണിംഗ് തരിക, മേലിൽ എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടാൻ വന്നേക്കരുത്. എനിക്കത് ഇഷ്ടമല്ല, ഞാനത് അംഗീകരിച്ച് തരികയില്ലെന്നെന്താന്നും പറഞ്ഞ് അങ്ങനെ വഴക്കുണ്ടാക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അരുന്ധതിയും അതുപോലെ ലക്ഷ്മി എല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പം എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് പ്രഭുരാമൻ ഇത്ര രൂക്ഷമായിട്ട് പ്രതികരിച്ചതെന്നാണെന്ന് പറഞ്ഞ് അരുന്ധതി ഇങ്ങനെ പറയുന്നു. ഏട്ടത്തി, ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. മുൻപൊക്കെ കാണുമ്പോൾ എത്ര ശാന്തമായിട്ടും സൗമ്യമായിട്ടും പെരുമാറിയിരുന്ന ഒരാളാണ് അദ്ദേഹം. അത് അയാളുടെ മകൾക്ക് ഒരു നല്ല ജീവിതം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലല്ലേ ഇവിടുത്തെ ചെറുക്കൻ അയാളുടെ മകളെ നല്ല രീതിയിൽ സംരക്ഷിക്കും, ഒരു കുടുംബമാകുമ്പോൾ അവൾക്കൊപ്പം ഉറച്ച മനസ്സോടെ നിൽക്കും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ കൊണ്ടാവില്ലേ ഓരോ പെൺമക്കളുടെ അച്ഛന്മാരുടെ വരൻ്റെ വീട്ടുകാരുടെ സൗമ്യതയും സ്നേഹവും ഒക്കെ കാണിച്ച് സംസാരിക്കുന്നത്. ഇവിടെ അർജുൻ്റെ ഭാഗത്ത് അങ്ങനെയൊന്നും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം പ്രതികരിച്ചായിരിക്കും എന്ന് പറഞ്ഞപ്പം ഞാൻ പറയാതെ തന്നെ ഇടത്തേക്ക് അത് അറിയാമല്ലോ. അവളുടെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും ഒക്കെ ഇപ്പം നയനെക്കുറിച്ച് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പം പറയുമ്പോൾ പറയാമെന്നല്ലാതെ പ്രഭുരാമൻ നോക്കുമ്പോൾ എന്താ കാണുന്നത്? കാരണമില്ലാതെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ മകള് ഒരു പരാതിയും പറയാതെ ഒരു വർഷക്കാലത്തോളം ഒരു ഉത്തമ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കഴിഞ്ഞു. അർജുനെ കാത്തിരുന്നു. മകള് സാവിത്രിയോ ശീലാവതിയോ ആണെന്നേ ഏതച്ഛനും കരുതത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിലും സത്യത്തിനേക്കാൾ പ്രഭ എപ്പോഴും മുഖമൂടികൾ കാണല്ലോ എന്ന് ലക്ഷ്മി അന്നേരം അവിടെ ഇരുന്ന് അരുന്ധതിയോട് പറയാം. എന്ന് ചെയ്യാനാ ഏട്ടത്തി? അല്ല, അയാളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പൊട്ടിത്തെറിച്ചതിൽ എന്താ അത്ഭുതം? വല്യേട്ടത്തി എന്തിനാ അമ്പരന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം എൻ്റെ പൊന്നു ലക്ഷ്മി, ആദ്യം അയാൾ വന്നതും വഴക്കുണ്ടാക്കിയതും ഒക്കെ നയനയുടെ കാര്യം പറഞ്ഞിട്ടാ. സുമംഗല അതും ഇതൊക്കെ പറഞ്ഞെങ്കിലും അർജുൻ്റെ നാവിൽ നിന്ന് പിങ്കിയെ വില കുറച്ച് ഒരു വർത്തമാനം പോലും അവൻ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അരുന്ധതി ലക്ഷ്മിയോട് പറഞ്ഞു. നമ്മളെല്ലാവരും കേട്ടിരുന്നാലേ അത്. മാത്രമല്ല, പ്രഭുരാമൻ വിളിച്ചിട്ട് പിങ്കി ഇവിടെ നിന്ന് പോകാൻ പോലും തയ്യാറായതുമില്ല. അത് നീ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. അത് എനിക്ക് മനസ്സിലായി. പ്രഭുരാമൻ പിന്നാലെ ചെന്ന് പിങ്കിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും അവൾ ഇവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നല്ലേ വാശി പിടിച്ചത് അല്ലെങ്കിൽ പറഞ്ഞതെന്നും അരുന്ധതി അവിടെ നിന്ന് ലക്ഷ്മിയോട് പറയാം. അപ്പോൾ അയാൾക്ക് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടത്തി പറഞ്ഞൊക്കെ ശരി തന്നെ ഏട്ടത്തി. പക്ഷേ പിങ്കിയുടെ മുറിയിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന പ്രഭുരാമൻ വെടിയേറ്റതുപോലെയാ തിരിച്ചു വന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ ഇവർക്കാർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അത്രയും നേരം പറഞ്ഞതിനേക്കാളും തീക്ഷ്ണമായ രീതിയിലാണ് അയാൾ നമ്മളോടൊക്കെ പ്രതികരിച്ചതെന്നുള്ള കാര്യവും പറഞ്ഞു. അതിൻ്റെ കാരണമാണ് ഇപ്പം എന്നെ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പം ഏട്ടത്തി, ഞാൻ അത്രയ്ക്കൊന്നും അങ്ങ് കടന്ന് ചിന്തിച്ചില്ല. ഏട്ടത്തി പറഞ്ഞു വെച്ച് ആലോചിക്കുകയാണെങ്കിൽ എന്തോ ഒരു വലിയൊരു ബോംബ് രണ്ടാമത് പൊട്ടിയിട്ടുണ്ട്, അത് ഉറപ്പാണെന്നുള്ള കാര്യം ലക്ഷ്മി പറയാം. അതെ, അത് പക്ഷേ നമ്മളത് ആരോട് ചോദിക്കും? ആരാ നമ്മളോട് പറയുക? അപ്പോൾ നന്ദ അങ്ങോട്ടേക്ക് വന്നു. നിങ്ങളുടെ സംശയം എന്താണെന്ന് ഞാൻ പറയാമെന്നും പറഞ്ഞാൽ നന്ദ വരുന്നത്. നന്ദ വന്നിട്ട് ആ ബോംബ് പൊട്ടിച്ച കഥയും കാര്യങ്ങളൊക്കെ ഇവരോട് പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്ദ ഇവരോട് പറയുന്നു. പിന്നെ ഇത് കേട്ടപ്പോൾ അരുന്ധതിയും ലക്ഷ്മി ഞെട്ടി. മോളെ, സത്യമാണോ നീ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. പ്രഭുരാമൻ അങ്കിളിനോട് അർജുനെ ഇഷ്ടമാണെന്ന് നയന തുറന്നടിച്ചതാ. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് നന്ദ പറഞ്ഞപ്പോൾ വെറുതെ അല്ലല്ലേ, തീ കൊളുത്തിയതുപോലെ അയാൾ ഇവിടേക്ക് പാഞ്ഞു വന്ന് പൊട്ടിത്തെറിച്ചത്. അന്നേരം ഈശ്വര, ഇതിപ്പോൾ എല്ലാം തകിണം മറിഞ്ഞതുപോലെ ആയല്ലോ എന്ന് ലക്ഷ്മി. നീ ആ നയനയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആയിരുന്നല്ലോ ഇരിപ്പും നടപ്പും ഒക്കെ. ഇപ്പം എങ്ങനെയുണ്ട്? പിങ്കിയുടെ ജീവിതം തകർന്നതുപോലെ ആയില്ലേ ഇപ്പോൾ എന്ന് അരുന്ധതി നന്ദയോട് പറയുമ്പം ഒരിക്കലും അങ്ങനെയല്ല വല്യമ്മേ. അർജുനെയും പിങ്കിയെയും അടുപ്പിക്കാനാ ഞാൻ ശ്രമിച്ചത്. പിന്നെ നയന ഒരു ഫ്രണ്ടാണെന്നുള്ള മട്ടിലാണ് നിന്നത്. അവളുടെ ഓവർ ഫ്രീഡം കണ്ട് പിങ്കി അർജുനിലേക്ക് നീങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറഞ്ഞു. ഏതാണ്ട്
ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളും നടന്നത്. പക്ഷേ നയന ഇത്രയും വലിയൊരു ചതി കാണിച്ചത് കാര്യങ്ങൾ അവതാളത്തിലാക്കിയില്ലേ. ഓഹ്, ഇനി ആരെ കൊണ്ട് ഇനി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല എന്ന് അരുന്ധതി പറയുകയും ചെയ്തു. പ്രഭുരാമൻ പറഞ്ഞതും ഊഹിച്ചതും ഒക്കെ സത്യമായതുപോലെ ആയില്ലേ ഇപ്പൊ കാര്യങ്ങളെന്ന് ചോദിച്ചപ്പം വല്യമ്മ വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ നന്ദ അരുന്ധതിയോട് പറയാം. ഞാനോ? ഞാൻ വിചാരിച്ചാലോ? ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് സുമംഗല ഇവർ തമ്മിൽ സംസാരിക്കുന്ന അവിടെ നിന്ന് ഒളിച്ചു നിന്ന് കേൾക്കുവാട്ടോ. ആ സമയം ഞാൻ പറയുന്നത് പോലെ ചെയ്ത നയനയുടെ നാടകം പൊളിക്കാമെന്നുള്ള കാര്യം പറയാം. അപ്പോൾ സുമംഗല ഇതൊക്കെ കേൾക്കുമല്ലേ. അപ്പോൾ നയനയും അർജുനെയും തെറ്റിക്കാനായിരിക്കും ഇവൾ എന്തെങ്കിലും ആലോചിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നു അരുന്ധതി. അർജുൻ ഇക്കാര്യത്തിൽ മനസ്സറിവ് ഒന്നുമില്ല. നയന അവൻ്റെ മനസ്സിൽ വെറും ഫ്രണ്ടാ. പിങ്കിയും നയനയും ഒരു ത്രാസിൽ വെച്ചാൽ പിങ്കിക്ക് തന്നെയായിരിക്കും അർജുൻ്റെ മനസ്സിൽ മുൻതൂക്കം. അത് നമ്മുടെ നന്ദ അരുന്ധതിയോട് പറയുന്നു. ലക്ഷ്മി അത് കേൾക്കുന്നു. അപ്പോൾ അത് 100% ശരിയായ കാര്യമാണ് ഏട്ടത്തി. അർജുൻ്റെ മനസ്സിൽ നയനയില്ല. വല്യമ്മ നയന പ്രഭുരാമനാങ്കളിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് നയനയെ ചോദ്യം ചെയ്യണം. അർജുൻ്റെ മുന്നിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യണമെന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട് സുമംഗല മനസ്സിലാക്കുകയാണല്ലോ. അവൾ നിഷേധിച്ചാൽ സാക്ഷി പറയാൻ ഞാനുണ്ടെന്നുള്ള കാര്യം പറയുമ്പം സമ്മതിച്ചാലോ? എങ്കിൽ പിന്നെ എളുപ്പമല്ലേ കാര്യങ്ങൾ. അർജുൻ തന്നെ നയനെ കയ്യോടെ പിടിച്ച് പുറത്താക്കിക്കോളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ സുമംഗല ഞെട്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ മോള് പറഞ്ഞത് ശരി തന്നെയാണെന്ന് ലക്ഷ്മിയും പറഞ്ഞു. വല്യമ്മ ഇപ്പം തന്നെ നയനെയും അർജുനെയും പിങ്കയും വിളിപ്പിക്കണം, കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരവിടെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ അത് ചെയ്യാം എന്ന് പറഞ്ഞില്ലേ വല്യമ്മ പറയുമ്പോൾ ബുദ്ധിപരമായിട്ട് നീങ്ങിയില്ലെങ്കിൽ അർജുൻ്റെ ജീവിതം എന്താ ഇപ്പം ഞാൻ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമംഗല ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.